ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഇന്ന് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശുവോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ദൈവം ഞങ്ങൾക്ക് കൂട്ടായ്മയ്ക്കായി നന്ദി. ഞങ്ങൾ വായിച്ച ദൈവവചനത്തിൽ ദൈവിക വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അങ്ങയുടെ മക്കളുമായി പങ്കുവെക്കുവാൻ ദൈവകൃപടി എൻ്റെ മേൽ ദൈവം പകരണമേ. അങ്ങയുടെ രാജ്യം വിസ്തൃതമാകാൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ എല്ലാം കാരണമാക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്നു. സമുദ്രത്തെയും കടലിനെയും കടലിൽ ആർത്തിരമ്പി വന്ന വെള്ളത്തിൻ്റെ കോപത്തെയും യേശു ശാസിച്ചു എന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ അപ്പോൾ ഞങ്ങൾക്കെതിരെ മുക്കുവാൻ വരുന്ന എല്ലാ പൈശാചിക കോപശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് ജയം കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വളരെ സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. യേശുവിൻ്റെ ഐഹിക കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുമായി ദീർഘസമയങ്ങൾ സംഭാഷണം നടത്തുന്ന ഒരു നല്ല സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം കൂടെ യോഹന്നാൻ. അത് മറ്റാരുമല്ല, യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീയുമായി ദീർഘമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4-ാം അധ്യായം കർത്താവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. തൻ്റെ ശുശ്രൂഷയിലുള്ള ചില മേഖലകൾ സ്നാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എന്നാൽ അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവന് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഇസ്രായേൽ എന്ന ദേശം യേശുവിൻ്റെ ജനന സമയത്ത് കേരളം പോലെ നമുക്ക് കരുതാൻ കഴിയുമെങ്കിൽ യഹൂദ്യ ദേശമെന്ന് പറയുന്ന ഇന്ന് കേരളത്തിൻ്റെ ട്രിവാൻഡ്രവും ശമരിയ മധ്യ തിരുവിതാംകൂറും ഗലീല പ്രദേശം മലബാറുമായിട്ട് വേണം നമുക്ക് കണക്കാക്കാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നും കർത്താവിന് മലബാർ സൈഡിലേക്ക് വേണമെങ്കിൽ ശമരി എന്ന് പറയുന്ന ഒരു മധ്യഭാഗത്തൂടെ കടന്നു പോകണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ശമര്യരെ അവിടെ പാർക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാദേശികമായി അല്ലെങ്കിൽ അവരുടെ സമുദായപരമായ മതപരമായ പല അന്തരങ്ങളും ഉള്ളതുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള തൊട്ടുകൂടായ്മ, തൊണ്ടിക്കൂടായ്മ അല്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്ത മേഖലകൾ, അവരുമായിട്ട് കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം അന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ശമരിയിൽ കടന്നു പോകുമ്പോൾ കർത്താവിന് ദാഹിക്കുമ്പോൾ കർത്താവ് അവിടെ ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തിയെന്നും അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു എന്നും കാണാൻ കഴിയും. യേശു ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു എന്നും വചനം നമ്മെ കൃത്യതയോടെ പഠിപ്പിക്കുക. ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നു. ഈ സമയം കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശമര്യക്കാരി സ്ത്രീയും യേശു കർത്താവും മാത്രമായുള്ള ദീർഘമായൊരു സംഭാഷണം. അതിൽ ശമര്യക്കാരി സ്ത്രീക്ക് കർത്താവുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, കർത്താവുമായിട്ടുള്ള ആ തൻ്റെ ഇടപെടലിൽ ശമര്യക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ ഓരോരോ അറിവിലൂടെ മാറ്റപ്പെടുന്ന ഒരു മനോഹര ചരിത്രമാണ് യോഹന്നാൻ 4 രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർത്താവ് അവളോടുള്ള ആദ്യത്തെ അപ്രോച്ച് ഇങ്ങനെയായിരുന്നു: നീ എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ എന്നുള്ള ചോദ്യമായിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ
വചനം പറയുന്നവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. വാക്യം 9, ശമര്യക്കാരി സ്ത്രീ യേശുവിനോട്, യഹൂദനായിരിക്കെ ശമര്യക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദീർഘവർഷങ്ങളായി യേശു കർത്താവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ, ആരാധനയിലാകാം, പ്രാർത്ഥനയിലാകാം, ദൈവവചനത്തിലൂടെയുള്ള വെളിപ്പാടുകളാവാം, യേശു കർത്താവുമായുള്ള നമ്മുടെ കൂട്ടായ്മയിൽ, കർത്താവിനോടുള്ള നമ്മളുടെ സംസർഗത്തിൽ, അത് ആരാധനയിലാകാം, പ്രാർത്ഥനയിലാകാം, ഞാൻ പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറുക എന്നുള്ളതാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. ശമര്യക്കാരി സ്ത്രീ മണിക്കൂറുകൾ നീണ്ടുനിന്ന തൻ്റെ ഈ സംഭാഷണത്തിൽ ഏകദേശം 5ഓളം വെളിപ്പാടുകൾ കർത്താവുമായുള്ള ബന്ധത്തിൽ പടിപടിയായി അവളുടെ ഹൃദയത്തിൽ, അവളുടെ മനോഭാവത്തിൽ അവൾക്ക് ലഭിച്ച അറിവിലൂടെ കർത്താവ് ആരാണെന്ന് അവൾക്ക് ലഭിച്ച വെളിപ്പാടുകൾ, അവളുടെ ഉള്ളിൽ അത് അവൾ സംഗ്രഹിച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്, പറയേണ്ടവനോട് ഏറ്റുപറഞ്ഞാൽ ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള നാം ഒരു കാര്യം ഏറ്റുപറയുമ്പോൾ ഏറ്റവും അധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന വ്യക്തി ആണ് കർത്താവ്. കർത്താവിൻ്റെ മുന്നിൽ തന്നെ അവൾ ഒരു സങ്കോചവും കൂടാതെ ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പ്രാരംഭമായി തന്നെ അതിൻ്റെ 9 വാക്യത്തിൽ പറയുന്ന അവൾക്കുള്ള വെളിപ്പാട്, യേശുവിനെക്കുറിച്ച് യഹൂദൻ എന്ന വെളിപ്പാട്. അതിന് 11 വാക്യത്തിലേക്ക് വരുമ്പോൾ അവളുടെ കർത്താവിനെക്കുറിച്ചുള്ള മനോഭാവം മാറുകയാണ്. അവൾ പറയുകയാണ് യജമാനനെ. 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ യജമാനനെ എന്നതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 19 വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുന്നു. ഈ ഭാഗത്തേക്ക് അവളുടെ ചിന്താഗതി, മനോഭാവം മാറി. 25 വാക്യം നാം കുറുവാക്യമായി വായിച്ചു. അവിടെ സ്ത്രീ പറയുക, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ അവൻ എനിക്ക് സകലവും ഒറിജിനൽ ടെസ്റ്റ് അറിയിച്ചു തരും എന്ന് പറഞ്ഞു. കർത്താവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചന ധ്യാനത്തിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ ദീർഘവർഷങ്ങളല്ലെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്? എന്താണ് കർത്താവിനെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റുപറച്ചിലുകൾ? അപ്പോൾ ആദ്യം യഹൂദനായിട്ട് യേശുവിനെ കാണുന്നു. കർത്താവ് അവളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് 10 വാക്യം യേശു പറയുക വളരെ ആധികാരികമായി പറയും, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യേശു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണ ദൈവവുമായിരുന്നു, യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത കർത്താവിൻ്റെ പല യോഗ്യതകളിൽ ഒരു പ്രധാനപ്പെട്ട യോഗ്യതയാണത്. മറ്റാരും ഇതുപോലെ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ശുശ്രൂഷിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഒരേ സമയം യേശു 100% പൂർണ്ണ മനുഷ്യനും 100% പൂർണ്ണ ദൈവമായിരുന്നു. കർത്താവ് ഇവളോട്, ഞാൻ ആരാന്ന് നിനക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുടിപ്പാൻ തന്നാൽ ആ വെള്ളം നീ കുടിച്ചാൽ അത് ജീവനുള്ള വെള്ളമാണ്, അത് നിത്യജീവനിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള വെള്ളമാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്ന് കർത്താവ് ഇവളോട് പറയുമ്പോൾ, ഇവൾ ആദ്യം യജമാനനെ യേശുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകും. എന്നാൽ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ട നീ ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവൾ ആദ്യം യേശുവിനെ യഹൂദനായി കാണുന്നു. രണ്ടാമത് അവൾ യേശുവിനെ യജമാനനെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം ചിന്തിക്കുന്നത് പോലെ കർത്താവിനോട് ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് പറ്റുമോ? നിന്നെ കൊണ്ടിത് പരിഹരിക്കാൻ കഴിയുമോ? നിന്നെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റുമോ? ഇവിടെ മാനുഷികമായ പരിഗണനകൾ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള കഴിവുകൾ, ഈ ലോകം നമുക്ക് തരുന്ന സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെ ഇതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കോരാൻ പറ്റും? നാം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ യേശുവിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ ഇത്? കർത്താവേ, ഇവിടെ നിനക്ക് സഹായിക്കാൻ പറ്റുമോ? എൻ്റെ ഈ
രോഗം മാറ്റാൻ, ഞാനും എൻ്റെ കുടുംബം അകപ്പെട്ടിരിക്കുന്ന വലിയ കെടുതിയിൽ തന്നെ ഒന്ന് ഉദ്ധരിപ്പാൻ, എന്നെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നെ സഹായിപ്പാൻ, എൻ്റെ കടം മാറ്റാൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിക്കാൻ യേശുവേ അങ്ങേക്ക് കഴിയുമോ എന്ന് നാം ചോദിക്കുന്ന ഒരു മേഖല നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ ഈ സ്ത്രീ ആദ്യം യേശുവിനെ യജമാനനെ എന്ന് വിളിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ? എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവളുടെ രീതി മാറി. അവൾ പറയുകയാണ്, യജമാനനെ എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെ ആ വെള്ളം എനിക്ക് തരേണം. മീൻസ് യേശുവിന് കഴിയുമോ എന്നുള്ള ചിന്ത അവളുടെ മാറി. കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. നീ സഹായിക്കണം, മനോഭാവം മാറുകയാണ്. ഞാനിപ്പോൾ 3 മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി യേശുവുമായുള്ള ബന്ധത്തിൽ. 1, യഹൂദനായി. 2, നിന്നെ കൊണ്ട് പറ്റുമോ? നീ ദൈവമാണ്, നീ കർത്താവാണ്, നീ ലോകത്തിലേക്ക് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി വന്ന് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. പക്ഷേ കഴിയുമോ എന്നുള്ള മേഖലയിൽ ആയിരുന്ന ആ സ്റ്റെപ്പിൽ നിന്ന് വീണ്ടും ഈ ലേഡി, ശമര്യക്കാരി സ്ത്രീ, യേശുവിന് കഴിയും, തരണമേ എന്ന് അപേക്ഷിക്കുന്ന 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു. 19-ാം വാക്യത്തിൽ അവളുടെ ജീവിതത്തിൻ്റെ പഴയകാല ചരിത്രം. അവൾ നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു ലേഡിയായിരുന്നു. ഒന്നും അവൾ ഒളിച്ചു വെച്ചില്ല. ഭർത്താവിനെയും കൂടെ നീ വിളിച്ചുകൊണ്ട് വന്ന് നിനക്ക് ആ വെള്ളം ഞാൻ കുടിക്കാൻ തരാമെന്ന് യേശു പറയുമ്പോൾ അവൾ പറയുന്ന മറുപടിയുണ്ട്, എനിക്ക് ഭർത്താവില്ല. ആമേൻ. യേശു അവളോട് പറയുന്നുണ്ട്, നീ പറഞ്ഞ ആ കാര്യം അത് ശരിയാണ്, പക്ഷേ സത്യമല്ല. യേശു എപ്പോഴും സത്യവുമായി ബന്ധപ്പെട്ട ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാണ്. യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ മെസ്സേജ് ശരിയായിരുന്നു, പക്ഷേ യേശു സത്യം പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുവിനോട് പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെയെന്നല്ല പറഞ്ഞത്, നീ പറഞ്ഞത് ശരി. 17-ാം വാക്യം, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, അതാ സത്യം. ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു മേഖല, ഈ 5 ഭർത്താക്കന്മാർ ഭൂതകാലത്തിൽ അവൾക്കുണ്ടായിരുന്നു. ഒന്നുകിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഈ ബന്ധം മാറിപ്പോയി, അല്ലെങ്കിൽ ഈ 5 ഭർത്താക്കന്മാരും മരിച്ചുപോയി. അതിനെക്കുറിച്ച് പല ചിന്തകളും പല പഠനങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാനത് ഇന്നത്തെ നമ്മുടെ വിഷയമല്ല. ഏതായാലും ജീവിതത്തിൽ വളരെയധികം തകർച്ചകൾ അനുഭവിച്ച, വേദനകൾ അനുഭവിച്ച, ഇനി ഒരു തരത്തിലും മുമ്പിലേക്ക് വരാൻ കഴിയില്ലെന്ന മേഖലയിൽ ജീവിതത്തിൽ അത്രമാത്രം പരാജയപ്പെട്ട ഈ സ്ത്രീയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഹോപ്പ് കിടപ്പുണ്ട്. ഇന്ന് ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് സ്ക്രീനിന് മുമ്പിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആത്മമണ്ഡലങ്ങൾ നിങ്ങൾ എത്ര തകർക്കപ്പെട്ടാൽ, ഈ ലേഡിയെ സംബന്ധിച്ച് 5 പരാജയങ്ങൾ, അതും ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ, പ്രധാന കാര്യങ്ങളിൽ മിനിമം 5 തവണ അവൾ പരാജയപ്പെട്ടിട്ടുണ്ട്. 5 തവണ അവളുടെ ആ ഒരു സംരംഭം വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 6ാമത്തേതാണ്, അത് ഭർത്താവാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മേഖലയിലും എങ്ങനെയൊക്കെ തകർക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും യേശു കർത്താവുമായുള്ളൊരു ബന്ധത്തിൽ നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാകട്ടെ. നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കർത്താവിന് എന്നെ സഹായിക്കാൻ പറ്റും. ഈ കൂട്ടായ്മ, ഈ പ്രാർത്ഥനാ അനുഭവങ്ങൾ, ഈ ആത്മീയ ആരാധന, യേശു കർത്താവുമായുള്ള അനുഗ്രഹിക്കപ്പെട്ട ബന്ധം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളിലും എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഈ ശമര്യക്കാരി സ്ത്രീക്കുണ്ടായതുപോലെ ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലും ഉണ്ടാവട്ടെ. 25-ാം വാക്യത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. അവൾക്കുണ്ടായ 5ാമത്തെ വെളിപ്പാടിൻ്റെ ഔന്നിത്യം, അല്ല 5ാമത്തെ അവളുടെ വെളിപ്പാടിൻ്റെ ഹയർ ലെവൽ അവൾ പറയുകയാണ്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശുവോട് നിന്നോട് സംസാരിക്കുക, ഞാൻ തന്നെ മശിഹ. ദൈവമക്കളെ, ഇതൊരു ശമര്യക്കാരി സ്ത്രീയാണ്. ഉള്ളൊരു യഹൂദ പശ്ചാത്തലത്തിൽ ന്യായപ്രമാണമോ അല്ലെങ്കിൽ അന്ന് കാലഘട്ടത്തിൽ പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയിട്ടുള്ള ലേഡിയാന്ന് വിശ്വസിക്കുന്നാൽ അവൾക്കുള്ള ഏതോ പരിചയത്തിൽ, ഏതോ ബന്ധങ്ങളിൽ, ആരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ അവൾക്കുണ്ടായ നേരത്തെയുള്ള ഭർത്താക്കന്മാരുമായുള്ള അവളുടെ സഹവാസത്തിൽ അവളറിഞ്ഞ അറിവുകളിൽ ഒന്നാണ്, ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും എന്നെ സഹായിപ്പാൻ, എന്നെ ഉപദേശിപ്പാൻ, എന്നെ അറിയിച്ചു തരാൻ,
എന്നെ ഉയർത്താൻ, എന്നെ ഓണർ ചെയ്യാൻ, എൻ്റെ അവസ്ഥ മാറ്റാൻ ഒരാൾ വരും. അതല്ലേ അവൾ പറയുന്നത്, അവൻ വരുമ്പോൾ സകലം അറിയിച്ചു തരും. ഇന്ന് സ്ക്രീനിന് മുമ്പിൽ ഏതെങ്കിലും തകർച്ചകളുമായി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പരിസമാപ്തിയിൽ അതിന് ഒരു പ്രായോഗിക തലമുണ്ട് ദൈവമക്കളെ. എന്നും കാത്തിരിക്കുന്ന അനുഭവമല്ല, എന്നും ഇരുളല്ല, എന്നും മഴയല്ല, എന്നും കാറ്റല്ല, എന്നും അടയപ്പെട്ട വാതിലുകളല്ല. ഇതെല്ലാം മാറുന്ന ഒരു സമയം വരുന്നുണ്ട്. അതാണ് വചനം പറയുന്നത്, കാർമേഘത്തിൻ്റെ ഉള്ളിലും ഞാൻ മിന്നുന്ന സൂര്യൻ്റെ ശോഭ കാണും. അവൻ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിങ്കിലോ ആനന്ദഘോഷം വരും. യേശു പറയും, നീ കാത്തിരുന്നില്ലേ? നിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. നിന്നെ ഉപദേശിക്കുവാൻ, നിനക്ക് സകലം അറിയിച്ചു തരുവാൻ, നിന്നെ ഓണർ ചെയ്യാൻ, ഈ തകർച്ചയിൽ നിന്നെ ഉപയോഗിക്കത്തക്ക നിലയിൽ നീയുമായിട്ട് കൂട്ടിമുട്ടുന്നൊരു മഷിയുണ്ടെന്നൊരു വിശ്വാസമില്ലേ? ആ മഷിക ഞാനാവുന്നു. 6ാമത്തെ മണ്ഡലം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് 28-ാം വാക്യത്തിലാണ്. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ! എന്താ ഇവിടെ സംഭവിച്ചത്? കർത്താവുമായുള്ള കുട്ടിമുട്ടലിൽ മണിക്കൂറുകൾ കൊണ്ട് അവൾക്കുണ്ടാകുന്ന വ്യതിയാനം. അവൾക്കൊരു ജോലി ഉണ്ടായിരുന്ന ആ ജോലി ഇതുവരെയും വെള്ളം കോരുന്നൊരു ജോലിയായിരുന്നു. കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ യേശുവിനെ മശിഹ ക്രിസ്തു എന്നിവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് അവൾ അതുവരെയും ചെയ്തിരുന്ന ആ സംരംഭത്തിന് നോ പറഞ്ഞില്ലെങ്കിൽ അതിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവൾ യേശുവിനെ അറിയിപ്പാൻ അവളുടെ പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്തോ ഒരു ആഴമേറിയ ദൗത്യത്തിലാണ് ഇവൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദീർഘനാളുകളായി കർത്താവുമായി നമുക്കൊരു ബന്ധമുണ്ട്. കർത്താവ് മശിഹയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യേശു ലോകത്തിലേക്ക് വന്ന പ്രവാചകനാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ പുരോഹിതനാണ്. യേശു രാജാവാണ്. യേശുവിൻ്റെ ജനനത്തിങ്കലെ പൊന്നും ഒരു കുന്തിരിക്കവും വിദ്വാൻമാർ കാഴ്ചവെച്ചതിലൂടെ അതാ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതെല്ലാം നാം അറിഞ്ഞിട്ടും ഇതുവരെയും ഈ കർത്താവിനെ, യേശുവിനെ മശിഹയെന്നറിയാത്തവരിലേക്ക് അറിയിപ്പാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഈ ശമരിക്കാരി സ്ത്രീയേക്കാൾ യേശുവുമായുള്ള ബന്ധം ഇത്രയും ലഭിച്ചിട്ടും ദൗത്യങ്ങളിൽ നാം വളരെ താഴെയും പിന്നിലുമാണ്. ഈ സന്ദേശത്തിലൂടെ കർത്താവുമായുള്ള പ്രാർത്ഥനയിൽ, ബന്ധങ്ങളിൽ, യേശു കർത്താവുമായുള്ള ആഴമേറിയ കൂട്ടായ്മയിൽ, ദൈവവചന ധ്യാനത്തിൽ, ദൈവമക്കളുമായുള്ള ദൈവിക സംസർഗത്തിൽ നമ്മിലും ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കട്ടെ. അവളിൽ പടിപടിയായി സംഭവിച്ച 6 കാര്യങ്ങൾ. 6ാമത്തെ കാര്യം, യേശുവിനെ അറിയിപ്പാൻ അവളൊരു സംഘടനയുടെയോ അവളുടെ ബന്ധുമിത്രാദികളുടെയോ ചാർച്ചക്കാരുടെ ആരുടെയും സഹായം തേടാതെ അവൾ ചെയ്ത ജോലി അവിടെ തന്നെ നിർത്തിവെച്ചിട്ട് ഓടിച്ചെന്ന് കർത്താവിനെ കുറിച്ച് അവൾ പറയുകയാണ്. തുടർന്നാണ് പട്ടണത്തിൽ നിന്ന് ആഹാരം വാങ്ങി തിരിച്ചു വന്ന ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തി നോക്കുവിൻ, ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്നത് കാണാം. ഇന്ന് ഞാനിവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ ഏതായാലും, എത്രമാത്രം തകർച്ചയിലായാൽ കർത്താവുമായിട്ടൊരു ബന്ധം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് തകർച്ചയിൽ നിന്നും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ശമരിക്കാരി സ്ത്രീയും കർത്താവും തമ്മിലുള്ള ആ കൂട്ടായ്മയിൽ, ആ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്കും കർത്താവിൻ്റെ ദൗത്യത്തിന് പങ്കാളികളായി തീരാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, അരുമശിഷ്യന്മാരോട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ഈ മഹാദൗത്യത്തിൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മശിഹ അങ്ങെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന ഈ ദൈവിക വെളിപ്പാടുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യേശുവിനെ മശിഹ ക്രിസ്തു എന്ന് തിരിച്ചറിയാത്തവരിലേക്ക് കർത്താവെ വേഗത്തിൽ ഓടിച്ചെന്ന് സുവിശേഷം പറയാൻ പുറപ്പെട്ടു പോകുവാൻ അവരോട് യേശുവാണ് മശിഹ, യേശുവാണ് ലോകത്തിൽ വരാനുള്ള ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളുടെ മേൽ അഭിഷേകം പകരണമേ. അങ്ങുമായുള്ള ദീർഘമായ സമയങ്ങളിലെ ബന്ധങ്ങൾ
അങ്ങുമായുള്ള കൂട്ടായ്മ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ഔന്നത്യത്തിലേക്ക്, ഉന്നതികളിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കും. അതിലൂടെ അനേകരെ യേശു കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ, യേശു കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്ക്രീനിന് മുമ്പിൽ കർത്താവെ അവിടുത്തെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഈ വചന നിമിത്തം അങ്ങ് സൗഖ്യമാക്കണമേ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, ഇരുളടഞ്ഞ മേഖലകളിൽ നിന്ന്, പിശാച് കുടുക്കിയിട്ടിടത്തു നിന്ന് ഇപ്പോൾ യേശുവിൻ്റെ അഭിഷേകം, ഇപ്പോൾ കർത്താവിൽ വ്യാപരിച്ച ബദ്ധന്മാരെ വിടുവിക്കുന്ന അഭിഷേകം, ബദ്ധന്മാരെ, പീഡിതരെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ധാരാളമായി മഹത്വപ്പെടുത്തണം. അങ്ങയുടെ രാജ്യം വിസ്തൃതമായി തീരട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് വിട്ടുതരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.